In this video, I am going to discuss about enthalpy of formation. This topic is from the thermochemistry. In the previous video, we will discuss about enthalpy of combustion, enthalpy of formation, etc. Today, I am going to discuss about enthalpy of formation. Enthalpy of formation is represented by delta F. F means formation. The definition of the enthalpy of formation is it is enthalpy change when 1 mole of product is formed from its constituent particle or elements in the standard state. Okay. Enthalpy of formation at a standard condition is called standard enthalpy of formation. In this case, standard enthalpy of formation is represented by delta FH0, just like enthalpy of combustion and enthalpy of reaction. The standard condition means 25 degrees Celsius, 1 atm pressure. The concentration is equal to 1 molar and the reactant are in the standard state. Okay. Then enthalpy of combustion എഴുതിയപ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു മോളിക്യൂളിൻ്റെ enthalpy ഫോർമേഷൻ നമ്മൾ എഴുതുക എന്നാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, enthalpy ഫോർമേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആരെയാണോ ഫോം ചെയ്യിക്കേണ്ടത്, അതായത് എനിക്ക് ഫോം ചെയ്യിക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഫോം ചെയ്യിക്കേണ്ടത് വാട്ടറാണ്, അല്ലെങ്കിൽ ആരാണ് CH4, അല്ലെങ്കിൽ C6H6, അല്ലെങ്കിൽ CH3 COOH, അല്ലെങ്കിൽ CaCO3. ഇങ്ങനെ ഏത് മോളിക്യൂളാണോ എനിക്ക് ഫോം ചെയ്യിക്കേണ്ടത് ആ ഫോം ചെയ്യിക്കേണ്ട മോളിക്യൂൾ നിങ്ങൾ പ്രോഡക്റ്റ് സൈഡിൽ എടുക്കുക. enthalpy of combustion ആണെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ ബാലൻസ് ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു റിയാക്റ്റൻ്റ് ആണെങ്കിൽ enthalpy of formation നമ്മൾ ബാലൻസ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എന്തായിരിക്കണം, പ്രോഡക്റ്റ് ആയിരിക്കണം. enthalpy of combustion റിയാക്റ്റൻ്റ് 1 മോൾ എടുക്കുന്ന സമയത്ത് enthalpy of combustion പ്രോഡക്റ്റ് ആയിരിക്കും എന്തെടുക്കുക, 1 മോൾ എടുക്കുക. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ബൈ ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് enthalpy ചേഞ്ച് വെൻ 1 മോൾ ഓഫ് പ്രോഡക്റ്റ് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ ഫോം ചെയ്യേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളാണ് കാർബണും അതേപോലെ തന്നെ എന്തും ഓക്സിജനും. കാർബൺ നമ്മളെ നാച്ചുറൽ ഫ്രീ എലമെൻറ്റിൽ സ്റ്റേബിളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് C എന്ന രൂപത്തിലാണ്, പക്ഷേ ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് O2 എന്ന് പറയുന്ന രൂപത്തിലാണ്. C എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് സോളിഡ് ആണെന്നും ഓക്സിജൻ എന്ന് പറയുന്നത് O2 ഗ്യാസ് ആണെന്നുമാണ്. നമ്മളൊരു വീഡിയോയിൽ നമ്മളിത് അതിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ H2 എന്ന് പറയുന്നത് H2+O2 ആണ്. ഹൈഡ്രജൻ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നത് H2 ആണ്. ഓക്സിജൻ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നത് O2 ആണ്. ഇതുപോലെ തന്നെ CH4 ആണെങ്കിൽ കാർബൺ C ആയിട്ടും ഹൈഡ്രജൻ H2 ആയിട്ടും. C6H6 ആണെങ്കിൽ കാർബൺ C ആയിട്ടും ഹൈഡ്രജൻ H2 ആയിട്ടാണ്. CH3COH ആണ്. അവിടെ 3 എലമെന്റുകളുണ്ട്, കാർബണും ഹൈഡ്രജനും ഓക്സിജനും. അതൊന്നും നമുക്ക് എഴുതാം CH2+O2. ഇങ്ങനെ എത്ര എലമെന്റ്സുകളുണ്ട്? 3 എലമെന്റ്സുകളുണ്ട്. ഇനി CaCO3 ആണെങ്കിൽ Ca+C പ്ലസ് എന്തുണ്ട് O2. ഇതാണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്, അതായത് സ്റ്റേബിൾ ആയിട്ട് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന സ്റ്റേറ്റുകൾ. ഓക്കെ, അതിനുശേഷം നമുക്കിത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എത്ര മോളായിരിക്കണം? 1 മോളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ CO2 ആണല്ലോ, ഇവിടെ CO2, അത് ഓൾറെഡി എന്താണ്, ബാലൻസ്ഡ് ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ഉണ്ട്, ഓക്സിജൻ ഇവിടെ എന്ത് കൊടുക്കുക, ഹാഫ് കൊടുക്കുക. അപ്പം അതും എന്തായിട്ടുണ്ടാവും, ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. ഇത് ബാലൻസ് ചെയ്യാൻ നമുക്ക് പരിചയമുള്ള മെത്തേഡ് ഇവിടെ 2 കൊടുക്കലാണ്. അങ്ങനെ 2 കൊടുക്കുമ്പോൾ പ്രോഡക്റ്റ് എത്ര മോളായി മാറിപ്പോവും? 2 മോളാവും. ഒരിക്കലും എന്താവാൻ പാടില്ല, പ്രോഡക്റ്റ് 1 മോളെ എടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2 കൊടുക്കുക, ഇവിടെ 6, ഇവിടെ 3. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ CH3COH ആണ്. C എത്ര ഉണ്ട്? 2 C ഉണ്ട്. ഓർമ്മിക്കുക, 2 C ഉണ്ട്, 2 C. നമ്മൾ ഫസ്റ്റിലത്തെ C മാത്രമേ കാണുള്ളൂ, ശ്രദ്ധിക്കണം. ഹൈഡ്രജൻ അവിടെ 4 വരും, അപ്പോൾ ഇവിടെ 2, ഓക്സിജൻ 2. കറക്റ്റ് ആണ്. CaCO3 ആണെങ്കിൽ C ഓക്കെ, ഓക്സിജൻ എന്ന് പറയുന്നത് 3/2, 3/2 × 2 3 വരും. അങ്ങനെ CO3 ആവും. ഇങ്ങനെയാണ് enthalpy of formation നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈ enthalpy of ഫോർമേഷൻ്റെ കണ്ടീഷൻസ് ആണ്. enthalpy of ഫോർമേഷൻ്റെ കണ്ടീഷൻ നമ്പർ 1 എന്ന് പറയുന്നത് enthalpy of formation of ഫ്രീ എലമെൻറ്റ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. enthalpy of formation of ഫ്രീ എലമെൻറ്റ്, enthalpy of formation of oxygen, enthalpy of formation of carbon, enthalpy of formation of hydrogen. ഈ എലമെൻറ്റുകളുടെ enthalpy of ഫോർമേഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ enthalpy ചേഞ്ചിനാണ് enthalpy of formation എന്ന് പറയാം. ഈ ഹൈഡ്രജനും ഓക്സിജനും കാർബണൊക്കെ നമ്മൾ അറ്റ്മോസ്ഫിയർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തതാണ്, അത് എവിടുന്ന് ഫോം ചെയ്തതല്ല. അതിന് enthalpy of ഫോർമേഷൻ്റെ വാല്യൂവിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ 0 ആണ് എടുക്കുക. അതായത് enthalpy of formation of ഫ്രീ എലമെൻറ്റ്, അതായത് എലമെൻറ്റ് ഇൻ ദി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഈസ് ടേക്കൺ ആസ് 0. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് H2
plus Cl2 gives 2HCl. ഈ ഇക്വേഷൻ ദിസ് ഈസ് നോട്ട് ആൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഈ ഒരു റിയാക്ഷൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഹിയർ പ്രോഡക്റ്റ് ഈസ് നോട്ട് എ 1 mol. പ്രോഡക്റ്റ് 1 mol ആണെങ്കിൽ മാത്രമേ നമ്മൾ റിയാക്ഷൻ എന്ത് വിളിക്കാറുള്ളൂ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കുള്ളൂ. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് 1 mol ആയിരിക്കണം, റിയാക്ടൻ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ് അതായത് സ്റ്റാൻഡേർഡ് സ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ആൾക്കാരായിരിക്കണം. ഇവിടെ പ്രോഡക്റ്റ് 1 mol അല്ലാത്തതുകൊണ്ട് ഈ റിയാക്ഷൻ എന്തല്ല, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല. മൂന്നാമത്തെ കണ്ടീഷൻ CaO plus CO2 gives CaCO3. ഇതും എന്തല്ല, ഒരു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രോഡക്റ്റ് 1 mol ആണ്, പക്ഷേ റിയാക്ടൻ്റ് എന്തല്ല, റിയാക്ടൻ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ. റിയാക്ടൻ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ അല്ലാത്തത് കൊണ്ട് ഇതും എന്തല്ല, ഒരു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല. ഇങ്ങനെയാണ് ഒരു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. പ്രോഡക്റ്റ് 1 mol ആയിരിക്കണം, റിയാക്ടൻ്റ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആയിരിക്കണം. ഇവിടെ സെക്കൻഡ് കേസിൽ പ്രോഡക്റ്റ് 1 mol അല്ല, തേർഡ് കേസിൽ റിയാക്ടൻ്റ് ആരില്ല, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അല്ല. പ്രോഡക്റ്റ് 1 mol ആയിരുന്നു, പക്ഷെ റിയാക്ടൻ്റ് ആരില്ല, കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ അല്ല. നെക്സ്റ്റ് പോയിന്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ബൈ യൂസിങ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. അതിനെന്ത് തന്നിരിക്കും, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തരും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ RH ഈസ് ഈക്വൽ ടു summation of enthalpy of formation of product minus summation of enthalpy of formation of reactant. ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ എൻതാൽപ്പി, ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ്റ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇക്വേഷൻ നോക്കാം. ഓക്കെ, അതായത് CH4 പ്ലസ് 2O2 gives CO2 plus 2H2. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഇവിടെ CH4ൻ്റെ വാല്യൂ x1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2O2 ഓക്സിജൻ ഫ്രീ സ്റ്റേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, നമുക്കറിയാം 0 ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ x2, അതേപോലെ വാട്ടറിൻ്റെ വാല്യൂ എന്താണെന്ന് വിചാരിക്കാം, x3 ആണെന്ന് വിചാരിക്കാം. ഈ തന്ന വാല്യൂസ് എല്ലാം തന്നെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ RH എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഡെൽറ്റ RH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ ഉള്ളത്. ഡെൽറ്റ RH എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ടേമിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, പ്രോഡക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റിൽ ആരൊക്കെ ഉള്ളത്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂവിനെ x2 എന്നാണ് വിളിക്കുക, x2 പ്ലസ് അതേപോലെ വാട്ടറിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ x3 എന്നാണ് വിളിക്കുക. അപ്പോൾ 2 × x3. അതെങ്ങനെയാണ് 2 വന്നതെന്ന് വെച്ചാൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ ആണ് തന്നത്, അതിൻ്റെ വാല്യൂ ആണ് x3. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 1 മോളിൻ്റെതാണ് തരിക x3, പക്ഷെ ഇവിടെ എത്ര മോളുണ്ട്, 2 മോളുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ കൂടെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏത് സൈഡ് കംപ്ലീറ്റ് ആയി, പ്രോഡക്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഏത് സൈഡിലേക്ക് പോകണം, റിയാക്ടൻ്റ് സൈഡിലേക്ക് പോകണം. റിയാക്ടൻ്റ് CH4 ഉണ്ട്, അതിൻ്റെ വാല്യൂ x1 പ്ലസ് എന്ത് വരും, 0. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് x2 പ്ലസ് 2x3 മൈനസ് x1. ഇതാണ് ഫൈനൽ ആൻസർ. ഇതാണ് കാൽക്കുലേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ബൈ യൂസിങ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കുക എന്നും അതിൻ്റെ ഒരു ഇക്വേഷൻ ബേസിസും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. പ്രോബ്ലം നമ്പർ 1 ഈസ് കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ of CaCO3 gives CaO plus CO2 from the following data. Enthalpy of formation of CaO, CaCO3 and CO2 are minus 635.1, minus 393.5 and minus 1206.9 kilojoule per mole respectively. നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ഇക്വേഷൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം കാൽക്കുലേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ബൈ യൂസിങ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഫോർമുല നമുക്കറിയാം. നമുക്ക് സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാം. അതായത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സമ്മേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ്റ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. സിമ്പിളാണ്, നമുക്ക് നോക്കാം. ഈ സൈഡിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് വിളിക്കുക, ഈ സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിയാക്ടൻ്റ്. പ്രോഡക്റ്റിൽ ആരാളുള്ളത്, CaO. CaOൻ്റെ വാല്യൂ ആണ് മൈനസ് 635.1. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതിൻ്റെ വാല്യൂ മൈനസ് 393.5.
ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്കറിയാം പ്രോഡക്റ്റ് രണ്ടും 1 mol ആണ്. അതുകൊണ്ട് ഈ തന്ന വാല്യൂവിനെ നമ്മൾ ഒരു ഇൻറ്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. മൈനസ്, ശ്രദ്ധിക്കുക, മൈനസ് ഓഫ് 126.9. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടുന്ന് നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ എടുത്ത് എഴുതുന്ന സമയത്ത് മൈനസ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. -635.1 പ്ലസ് -393.5 പ്ലസ് 1206.9. ഇതാണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. The final answer is 178.3 കിലോജൂൾ പെർ മോൾ. ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Second question is that enthalpy of formation of CH4, carbon dioxide and water are -890, -393.5 and -286 kilojoule per mole respectively. Calculate the enthalpy of reaction of CH4 plus 2O2 gives CO2 plus 2H2O. ഓക്കെ, സംഭവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് തന്നത്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. സിമ്പിൾ. ഈ ഭാഗത്തെ നമ്മൾ റിയാക്റ്റൻ്റ് എന്നും ഈ ഭാഗത്ത് നമ്മൾ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സമ്മേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്നാണ് നമ്മൾ ഇക്വേഷൻ വരിക. ഓക്കെ, പ്രോഡക്റ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതിൻ്റെ വാല്യൂ -393.5. അതേപോലെ വാട്ടർ ഉണ്ട് 2 × -286 -890 പ്ലസ് 0. ഇവിടെ നോക്കുക, ഇവിടെ 3 വാല്യൂസേ തന്നിട്ടുള്ളൂ. പക്ഷേ ഇക്വേഷനിൽ 4 കോമ്പൗണ്ടുകളുണ്ട്. പക്ഷേ ഓക്സിജൻ്റെ വാല്യൂ തരാത്തത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്സിജൻ്റെ വാല്യൂ എത്രയായിട്ടാണ് നമ്മൾ എടുക്കുക? 0 ആയിട്ടാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, okay, the third question is enthalpy of formation of C6H6, അതായത് ബെൻസീൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ -3264, -393.5 and -286 kilojoule per mole respectively. Calculate the enthalpy of combustion of benzene. ഓക്കെ, നമുക്ക് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ ആണ് കാണേണ്ടത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂസ് ആണ് അവർ തന്നത്. 3 വാല്യൂസ് തന്നിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് വരികയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റിയാക്ഷൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഇവിടെ അങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടില്ല. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് മീത്തൈൻ ആണ്, പക്ഷേ റിയാക്ഷൻ അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ചെയ്തു. ഇവിടെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് എന്ത് കണ്ടുപിടിക്കണം? ബെൻസീൻ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കറിയാം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് ഒരു കെമിക്കൽ ഇക്വേഷൻ വേണം. ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ. ഇവിടെ ബാലൻസ് ചെയ്തിട്ടുള്ള എന്ത് തന്നിട്ടില്ല? ഒരു കെമിക്കൽ ഇക്വേഷൻ ഈ പ്രോബ്ലം തന്നിട്ടില്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ ആണ്. നമുക്കറിയാം കമ്പഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻ്റ് 1 mol എടുക്കുക, അതൊരു ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുക, അതിൻ്റെ പ്രോഡക്റ്റ് അതിൻ്റെ ഓക്സൈഡുകളായിരിക്കും, എന്നിട്ട് ബാലൻസ് ചെയ്യുക. ബെൻസീൻ്റെ ഫോർമുല C6H6 ആണ്. അത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. ദെൻ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ എന്തുണ്ടാവും? വാട്ടർ. അത് ബാലൻസ് ചെയ്യുക. കാർബൺ 6, ഇവിടെ 3, ഇവിടെ 15/2. സിമ്പിൾ. ഈ ഇക്വേഷൻ എഴുതാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലത്തെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുക. നേരെ ഓപ്പോസിറ്റ് ഈ പ്രോബ്ലം ആണെന്നെങ്കിൽ പ്രശ്നമില്ല. ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് തരുന്നതെങ്കിൽ നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 6 × -393.5 പ്ലസ് 3 × -286, ദെൻ മൈനസ് ഓഫ് -3 to 64. ദെൻ ഓക്സിജൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് അത് 0. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നമുക്കിതിന് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, താങ്ക് യു.